ഇപ്പോൾ പലരിലും കൂടുതൽ കണ്ടുവരുന്ന ഒരു കോമൺ കണ്ടീഷനാണ് ലോവർ ബാക്ക് പെയിൻ. ഒരു ഏജിന് ശേഷം കൂടുതലും ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാൻ ബാക്ക് പെയിൻ കാരണം വളരെയധികം ഫിസിക്കലും മെൻ്റലും ആയിട്ട് എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. സ്പൈൻ ഇഞ്ചറി, മസിൽ സ്ട്രെയിൻ, ഏജിങ്, ഡിസ്ക് ബൾജ് അതുപോലുള്ള പല ഇഷ്യൂസൊക്കെ കാരണമാണ് കൂടുതലും ബാക്ക് പെയിൻ ഉണ്ടാകുന്നത്. ഈ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർ കൂടുതൽ ഫോർവേഡ് ബെൻഡ് ചെയ്തിട്ടുള്ള വർക്കോ വെയ്റ്റ് ലിഫ്റ്റിങ്ങോ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. സോ ബാക്ക് പെയിൻ കുറയ്ക്കാൻ ലോവർ ബാക്ക് മസിൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് കമ്പൽസറിയാണ്. ഈ വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന റീഹാബിലിറ്റേഷൻ എക്സസൈസസ് ഡെയിലി ചെയ്യുന്നതിലൂടെ ലോവർ ബാക്കിലുള്ള മസിൽസ് സ്ട്രെങ്തൻ ആവുകയും അത് സ്പൈനിനൊരു സ്റ്റെബിലിറ്റിയും ഹോൾഡും കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ബാക്ക് പെയിൻ കുറയ്ക്കാനും ഡെയിലി ടാസ്കുകൾ ചെയ്യാൻ ബോഡിക്ക് കൂടുതൽ മൊബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. കൂടുതൽ കോർ സ്ട്രെങ്ത് ഇൻക്രീസ് ആക്കിക്കൊണ്ട് ഡിഫിക്കൽട്ട് ടാസ്കുകൾ പോലും ചെയ്യാൻ ബോഡിക്ക് ബാലൻസും അജിലിറ്റിയും കൊടുക്കുന്നു. ലോവർ ബാക്ക് സ്ട്രെങ്തനിങ് ചെയ്യുന്നതിൻ്റെ കൂടെ കൂടുതലും ലോവർ ബാക്കിന് സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിലുള്ള വർക്കൗട്ട് ചെയ്തു ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കമ്പൽസറിയാണ്. ഡെയിലി വർക്കൗട്ടിന് ശേഷം സ്ട്രെച്ചിൻ്റെ കൂടെ ലോവർ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുന്നത് ബാക്ക് പെയിൻ മാറാനും ഡേ ടു ഡേ ലൈഫ് ഇംപ്രൂവ് ആവാനും ഹെൽപ്ഫുൾ ആയിരിക്കും.